കൊടകര വിഷയം വീണ്ടും കേരളത്തിൽ ചർച്ചയാവുകയാണ്. കോടതി പോലീസിന് കൊടകര കള്ളപ്പണക്കേസ് അന്വേഷിക്കാൻ തുടരന്വേഷണം നടത്താൻ അനുവാദം കൊടുത്തതോടുകൂടി സുരേന്ദ്രൻ പോലീസിന്റെ മുന്നിൽ ചോദ്യം ചെയ്യപ്പെടാൻ ഇരുന്നു കൊടുക്കേണ്ടി വരുമോ എന്ന ചർച്ചയാണ് ഉയരുന്നത്. കൃത്യമായിട്ടും പോലീസ് വിഭാഗത്തിൽ നിന്നും നമുക്ക് കിട്ടുന്ന വിവരം സുരേന്ദ്രനെ ചോദ്യം ചെയ്യും എന്നു തന്നെയാണ്. ഇനി സുരേന്ദ്രനെ വെറുതെ വിടാൻ തയ്യാറല്ല എന്ന ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മുമ്പ് ഈ കേസ് അന്വേഷിച്ചപ്പോൾ, പോലീസ് അന്വേഷിച്ചപ്പോൾ സുരേന്ദ്രനെ ഒരു മൊഴിയെടുത്ത് പറഞ്ഞു വിട്ടതല്ലാതെ അദ്ദേഹത്തിനെ പ്രതിയായിട്ട് രേഖപ്പെടുത്തിയിരുന്നില്ല ഈ കേസിൽ. എന്നാൽ ഇനി BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രനെ പ്രതിയായിട്ട് തന്നെ കേസിൽ രജിസ്റ്റർ ചെയ്തിട്ട് അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യാൻ സാധ്യത വളരെ ഏറെയാണെന്നുള്ള വിവരമാണ് വരുന്നത്. ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ശരിയാകണമെന്നില്ല. അദ്ദേഹത്തിന് ഈ സുരേന്ദ്രന് യാതൊരു പങ്കുമില്ല എന്ന് വേണമെങ്കിൽ പോലീസിന് കണ്ടെത്തിയ കാര്യം. പക്ഷേ കേരളത്തിലെ സാധാരണ ജനങ്ങൾക്കെല്ലാം അറിയാം. കാരണം തിരൂർ സതീഷ് എന്ന് പറയുന്ന പാർട്ടി ജില്ലാ ഓഫീസ് സെക്രട്ടറി തുറന്നു പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞതിൽ എല്ലാം പൊഴിയാണ്, കള്ളമാണെന്ന് കേരള ജനം വിശ്വസിക്കുന്നില്ല. അത് കുറേ കാലമായിട്ട് BJPക്കകത്ത് തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ പണം ധാരാളം വരുന്നുണ്ട്. ആ പണം കള്ളപ്പണമോ വെള്ളപ്പണമോ എന്തായാലും ഒരുപാട് പണം വരുന്നുണ്ട് എന്നത് ഈ കേരളത്തിലെ ഈ തിരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുന്ന പലർക്കും മാധ്യമപ്രവർത്തകർ നമ്മൾക്കും അറിയാവുന്നതാണ്. അത് ഓരോ സ്ഥാനാർത്ഥിക്കും വൻ തുകയാണ് വിതരണം ചെയ്യപ്പെടുന്നതെന്നും അറിയാവുന്നതാണ്. അത് ആ തരത്തിൽ BJPക്ക് ഒരു വോട്ടിംഗ് കൂട്ടിയെടുക്കാനും ശക്തി കൂട്ടാനും കേരളത്തിൽ BJPയുടെ സാന്നിധ്യം ശക്തിപ്പെടുത്താനും വേണ്ടിയുള്ള ഒരു ഊർജമായിട്ടാണ് ഈ പണം എത്തുന്നത് എന്നറിയാം. തിരഞ്ഞെടുപ്പിൽ ജനാധിപത്യമാണ് പണാധിപത്യമല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഒരു സ്ഥാനാർത്ഥിക്ക് ഇത്ര ലക്ഷം രൂപയെ മുടക്കാവൂ എന്ന് ഇലക്ഷൻ കമ്മീഷന് നിയമം ഉണ്ടെങ്കിലും അതിൻ്റെ 10 ഇരട്ടിയിലധികം ആണ് പണം ചെലവാക്കുന്നത് എന്നത് വ്യക്തമാണ്. അപ്പോൾ ഈ പണം എവിടെ നിന്നാണ് വരുന്നതെന്ന് കൃത്യമായിട്ടും സ്വാഭാവികമാണ്. അത് BJP സ്ഥാനാർത്ഥികൾക്ക് മാത്രമല്ല, അത് എല്ലാ സ്ഥാനാർത്ഥികൾക്കും, CPMൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ സ്ഥാനാർത്ഥികളുടെ മണ്ഡലങ്ങളിലും ഈ ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്ന തുകയേക്കാൾ 10 ഇരട്ടിയോളം തുക ചെലവാകുന്നുണ്ട്. തിരുവനന്തപുരത്ത് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച പന്ന്യൻ രവീന്ദ്രൻ ഇത്രയും പണം എങ്ങനെ ചെലവാക്കും, ഇതെങ്ങനെ ഞങ്ങളെ കൊണ്ട് കഴിയുന്നില്ല, ഇത് ഇത്രമാത്രം പണം ഈ തിരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ചെലവാക്കപ്പെടുന്നത്, ഒരു പോസ്റ്റർ അടിക്കാൻ പോലും ഞങ്ങളെ കൊണ്ട് കഴിയുന്നില്ല, തരത്തിൽ ചില അഭിപ്രായങ്ങൾ അദ്ദേഹം പറയുകയുണ്ടായി ഒരു സിമ്പതിക്ക് വേണ്ടി. പക്ഷേ ആ സിമ്പതിയൊന്നും ജനങ്ങൾക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. പണം മുടക്കുന്നതിന് തന്നെ കൂടുതൽ വോട്ട് കിട്ടുകയും ചെയ്തു. പോട്ടെ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ജനാധിപത്യത്തിലെ ചില പ്രശ്നങ്ങളാണ്. പക്ഷേ സുരേന്ദ്രനെ ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുമെന്ന് പറയാൻ കാരണം ധർമ്മരാജന്റെ ഈ ഒരു മൊഴിയുണ്ട്. അദ്ദേഹം ആദ്യം പരാതി കൊടുത്തത് 25 ലക്ഷം രൂപ മോഷ്ടിക്കപ്പെട്ടു എന്നാണ്. അത് കാറിൽ കൊണ്ടുപോകുമ്പോൾ വഴി തടഞ്ഞു നിർത്തി കൊള്ളയടിച്ച്, ഹൈവേ റോബറി ആയിരുന്നു, അങ്ങനെ ഹൈവേയിൽ കൊള്ളയടിച്ച് 25 ലക്ഷം രൂപ മോഷ്ടിക്കപ്പെട്ടു എന്ന് പറഞ്ഞാണ് പരാതി കൊടുത്തത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേരള പോലീസ് അന്വേഷണം നടത്തിയപ്പോൾ അവർക്ക് ലഭിച്ചത് 1.5 കോടിയോളം രൂപയാണ്. ഈ കൊള്ളയടിക്കപ്പെട്ടവർ എന്ന് പറയുന്ന ആൾക്കാരെ പിടികൂടി അവരുടെ കസ്റ്റഡിയിൽ നിന്ന് എടുത്തത് 1.5 കോടിയോളം രൂപയാണ്. അപ്പോൾ 25 ലക്ഷമായ ഞങ്ങളുടെ നിന്ന് മോഷ്ടിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഇത് ഇത്രയും പണം കിട്ടിയപ്പോൾ ഏകദേശം 1,40,00,000, ഏകദേശം 1.5 കോടിയോളം രൂപ കിട്ടിയെന്നാണ്. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയല്ല, 3 കോടിയോളം രൂപ നഷ്ടമായി, അതുകൊണ്ട് ആ പണം ഇവരുടെ കസ്റ്റഡിയിലുണ്ട്, അത് പോലീസ് എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്കത് വേണം, അത് ഞങ്ങളുടേതാണെന്ന് പറഞ്ഞുകൊണ്ടും ധർമ്മരാജൻ വീണ്ടും കോടതിയിൽ ഹർജി നൽകി. ഈ ഹർജി നൽകിയത് ധർമ്മരാജന് അപകടമാകും. കാരണം ഞാൻ ഈ പണമെല്ലാം എത്തിച്ചത് BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ നിർദ്ദേശപ്രകാരമാണ് ഞാൻ ഈ പരാതി പോലും കൊടുത്തത്. അതായത് എൻ്റെ 25 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന പരാതി പോലീസിന് കൊടുത്തത് പോലും സുരേന്ദ്രൻ നിർദ്ദേശിച്ചത് കൊണ്ടും പറഞ്ഞത് കൊണ്ടുമാണെന്നും അദ്ദേഹം പിന്നീട് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഇതെല്ലാം കൂടെ വെച്ച് കൂട്ടുമ്പോൾ തിരൂർ സതീഷ് പറഞ്ഞതും, തിരൂർ സതീഷിനോട് സുരേന്ദ്രൻ പാർട്ടി ഓഫീസ് അടച്ചിട്ട് പോകരുത്, ചില മെറ്റീരിയൽസ് വരാനുണ്ടെന്ന് പറഞ്ഞ് അവിടെ ഓഫീസ് തുറന്നു വെച്ചിരുന്നതും, സുരേന്ദ്രൻ വന്നതും ധർമ്മരാജൻ വന്നതും ചാക്കുകൾ കൊണ്ടുവന്നതും
എന്നുള്ളതും ചാക്കിൽ പണമുണ്ടായിരുന്നു പറഞ്ഞതും ഇതെല്ലാം കൂടെ ഈ മൊഴികളുമൊക്കെ സതീഷിൻ്റെ മൊഴികൾ പോലീസിൻ്റെ ഉണ്ട്. ഇയാൾ പറഞ്ഞ സുരേന്ദ്രൻ പറഞ്ഞിട്ടാണ് ഞാൻ പരാതി നൽകിയെന്നുള്ള മൊഴിയുണ്ട്. ഇതെല്ലാം കൂടെ വച്ചിട്ട് സുരേന്ദ്രനെ കൃത്യമായിട്ടും കൊടുക്കാൻ കേരള പോലീസിന് കഴിയും. അദ്ദേഹത്തിനെ പ്രതിയാക്കിക്കൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യാൻ പോലീസിന് കഴിയും. പക്ഷേ ഈ രണ്ടാമത്തെ അന്വേഷണവും ഈ ഒരു അന്തർധാരയ്ക്ക് വേണ്ടിയിട്ട് ഒരു പരസ്പരം കച്ചവടം നടത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുമോ ഗവൺമെൻറ്റും പോലീസും എന്നാണ് കാത്തിരിക്കുന്നത്.